ഹലോ ഗായ്സ്, ഇൻഷാട്രൂത്ത് ഹിയർ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കങ്കാരുവിനെ കുറിച്ചാണ്. ഓസ്ട്രേലിയയിൽ ഏകദേശം 47 ജൈവവർഗ്ഗങ്ങളിലുള്ള സഞ്ചി മൃഗങ്ങളെയെല്ലാം പൊതുവായി കങ്കാരു എന്ന് വിളിക്കുന്നു. മാക്രോപോഡിയ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഇവയിൽ മിക്കതും കരയിൽ ജീവിക്കുന്നവയും സസ്യബുക്കുകളുമാണ്. സാധാരണയായി ഇവയ്ക്ക് നീണ്ട ശക്തിയുള്ള പിൻകാലുകളും പാദങ്ങളും കീഴറ്റം തടിച്ച നീളമുള്ള ഒരു വാലും കാണപ്പെടുന്നു. പിൻകാലുകൾ ഇവയെ സ്വയം പ്രതിരോധത്തിനും നീണ്ട ചാട്ടത്തിനും സഹായിക്കുന്നു. വാൽ സമതുലിതാവസ്ഥയ്ക്ക് ഉപയോഗിക്കപ്പെടുന്നു. ചെറിയ തലയും വലിയ വൃത്താകൃതിയിലുള്ള ചെവികളും ഉള്ള ഇവയുടെ രോമം മൃദുലവും കമ്പിളി പോലുള്ളവയുമാണ്. പെൺ കങ്കാരുകൾക്ക് ഓരോ വർഷത്തിലും ഓരോ കങ്കാരു കുഞ്ഞ് ജനിക്കുന്നു. 6 മാസക്കാലം കങ്കാരു കുഞ്ഞ് അമ്മയുടെ വയറ്റിലുള്ള സഞ്ചിയിൽ കിടന്ന് മുല കുടിച്ചു വളരുന്നു. പിന്നീട് പലപ്പോഴും പുറത്തിറങ്ങുകയും ഈ സഞ്ചിയിൽ കയറി സഞ്ചരിക്കുകയും ചെയ്യുന്നു. നരയൻ കങ്കാരുവാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഇനം. ഇവയ്ക്ക് 9 മീറ്റർ വരെ ചാടാൻ പറ്റും. ചുവപ്പ് കങ്കാരുവാണ് ഏറ്റവും വലിയ ഇനം. മാംസത്തിനും തോലിനും വേണ്ടി കൊല്ലപ്പെടുന്നത് കൊണ്ടും കന്നുകാലികളുടെ കൂട്ടത്തിൽ ആഹാരത്തിനായി മത്സരിക്കേണ്ടതുകൊണ്ടും ചില ഇനം കങ്കാരുകളുടെ അംഗസംഖ്യ കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായി കുറഞ്ഞു വരുന്നു. എങ്കിലും എല്ലാ ഇനങ്ങളും കൂടി ചേർന്നാൽ ഓസ്ട്രേലിയയിൽ ഇവയുടെ എണ്ണം ജനസംഖ്യയേക്കാൾ ഏകദേശം ഇരട്ടിയുണ്ട്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.